വീഡിയോ തന്നെ പിടിക്കണത്. നല്ല വീഡിയോ ചെയ്തോ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളർത്തുനായെ ആക്രമിക്കുന്നത് ചോദിച്ച് വീട്ടമ്മയ്ക്ക് നേരെ ആക്രമണവും അതേപോലെ തന്നെ അസഭ്യവർഷവും. ഇവർ പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഈ നിമിഷം വരെ പ്രതികളായ 3 പേരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇരുട്ടിൽ തപ്പി പോത്തങ്കോട് പോലീസ്. ചേച്ചി നമസ്കാരം, എന്താ ചെന്നുണ്ടായത്? ഞാൻ പട്ടിക്കുട്ടിയെ കൊണ്ട് പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് എന്ന് പറയുന്ന അവൻ ഒരു കത്തിയായിട്ട് വീശി വന്നിട്ട് ശ്രീകാന്ത് അയൽവാസിയാണോ? അയൽവാസിയല്ല, അയൽവാസി ഒരു പെണ്ണിന്റെ കൂടി താമസിക്കുന്നതാണ്. വന്ന് താമസിക്കുന്ന ആളാണ്. കുറച്ച് താഴെയായിട്ടാണ് വീട്. പക്ഷെ ഇവിടെ ഇപ്പൊ വന്ന് താമസിക്കുന്നത് അവർ ഭർത്താവ് മരിച്ചതിന് ശേഷം അവരുടെ കൂടെയാണ് ഇപ്പോൾ അയാൾ താമസിക്കുന്നത്. വന്ന് ഓടി വന്നിട്ട് ഞാൻ അവനെയും കൊണ്ട് പുറത്ത് നിൽക്കും. അവനെ ഞാൻ അങ്ങനെ പുറത്ത് വിടില്ല. ഞാൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ആളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്ത് വിടുകയുള്ളൂ. ഇവ ഓടിക്കൊണ്ട് വന്നിട്ട് ഒരു ചവിട്ടി ഇവ മറിഞ്ഞു വീണു. അപ്പോൾ തന്നെ അവന് മൂത്രം ഒഴിക്കാൻ വേണ്ടി തിരിഞ്ഞതും അടുത്ത ഒരു ചവിട്ടും കൂടെ ചവിട്ടി. എൻ്റെ മോനാണ്. എനിക്കൊരു മോളുണ്ട്. അതുപോലെ എന്നെക്കാളും സ്നേഹത്തിൽ എൻ്റെ മോനാണ് ഞാനും അവനെ അങ്ങനെയാണ് എൻ്റെ കൂടെയുള്ള. 1.25 വയസ്സുണ്ട്. അപ്പൊ ഞാൻ അവനെ അങ്ങനെ പുറത്ത് ഇതുവരെയും വിട്ടിട്ടില്ല. ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവനെ ഞാൻ പുറത്ത് വിടൂ. ഒരു വൈരാഗ്യമില്ല. അത് കുറേ കേസിലെ പ്രതിയും വാറന്റ് കേസിലെ പ്രതിയൊക്കെയാണ്. പിന്നെ അത് തള്ളി നമുക്കൊരു പ്രശ്നമില്ല. അവരെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ ഇവനെ ഓടിക്കൊണ്ട് വന്ന ഒരു ചവിട്ടി അത് കഴിഞ്ഞിട്ട് അവന്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് ഇതിന്നലെ ഒരു പഴുത്തിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ചികിത്സയിൽ ഓർത്ത് ഞങ്ങൾക്ക് ഒരുപാട് മരുന്നുകൾ ഇന്നും ഇപ്പം അവന് വേണ്ടിയാണ് ഞാൻ പോയിട്ട് വന്നത്. അപ്പം അവൻ ഒന്നാമത് വയ്യാത്തതാണ്, ഹാർട്ടിന്റെ അസുഖമാണ്. ECG എക്സ്റേ ഒക്കെ എടുത്ത എല്ലാ തുണ്ടും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഒരു വൈരാഗ്യമില്ല. നിന്റെ പട്ടിയരിയെന്ന് കേട്ടിട്ടാണ് ഓടിക്കൊണ്ട് വരാൻ ഒരു ചവിട്ട്. ഇല്ല, പോവില്ല. പുറത്ത് ഇതുവരെയും പോയിട്ടില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ ഒരു കഥ എനിക്ക് ഇഷ്ടംപോലെ കന്നാലികളും എല്ലാം ഉള്ളതാണ്. ഒരു ബുദ്ധിമുട്ടും ആരും ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല. ഞാൻ ആ ബുദ്ധിമുട്ടായിട്ട് പോയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ എൻ്റെ പട്ടി ചവിട്ടല്ലെന്ന് പറയാനും എനിക്ക് കത്തി നേരെ അപ്പോഴവൻ കത്തി വച്ച് മുറിവുണ്ടായിരുന്നു. ഞാൻ ഓടി വന്നവനെ പിടിക്കാൻ പോയതും എന്തടിയെന്ന് കേട്ടിട്ട് എൻ്റെ കഴുത്തിലും തിരിഞ്ഞു. കഴുത്തിലും മുഖത്തും ഒക്കെ കൈയും ചൂണ്ടി ഇങ്ങനെ തള്ളി ഒരുമാതിരി നിന്ന് സംസാരിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ കത്തി നേരെ എൻ്റെ നേർക്കാണ് വെച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവിനെ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിച്ചാൽ കത്തിച്ചളയും, കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് കുറച്ച് ഇത് കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ പോലീസിനെ വിളിച്ചു. അപ്പോൾ എന്തോ അടിയുടെ പ്രശ്നത്തിൽ അവർ വന്നില്ല. പിറ്റേന്ന് കാലത്തെ ഞാൻ സ്റ്റേഷനിൽ ചെന്നു. ഇവരെ വിളിച്ചപ്പോൾ പറഞ്ഞു പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. ആ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ചെന്നിട്ടും അവർ വന്നില്ല. അന്ന് രാത്രി 2 ഗുണ്ടാളെ പറഞ്ഞു വിട്ട് കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. പ്രതി അവരൊടുവിൽ നിന്നിട്ട് എല്ലാം ഞാൻ പറഞ്ഞില്ല, കേസ് പിൻവലിക്കില്ല, കേസിൻ്റെ വഴിക്ക് പോട്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇനി വീട്ടിനകത്ത് കയറാൻ പോയി. ഞാൻ പറഞ്ഞു വീട്ടിനകത്ത് കയറരുതെന്ന് പറഞ്ഞപ്പോൾ ഈ കൈ കൊണ്ടുവന്ന് എൻ്റെ നേരെയൊക്കെ ചേർന്നു. ഞാൻ അപ്പോൾ തന്നെ കണ്ണാശുപത്രി പിറ്റേന്ന് പോയി. അതിൻ്റെ ഇതെല്ലാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട് കത്തിച്ച് കളയുമെന്ന് പറഞ്ഞ് ഭയങ്കരമായി ഭീഷണിപ്പെടുത്തി. ഒരുപാട് തെറിയെന്ന് പറഞ്ഞാൽ നമുക്കത് ഞാൻ വീഡിയോ പിടിച്ചിട്ട് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം പിന്നീട് ഇത് ചുമ്മയെന്ന് പറയില്ലെന്ന് വിചാരിച്ച് പോലീസ് വന്നപ്പോഴത്തേക്ക് അവർ ഈ ശ്രീകാന്തിൻ്റെ ഭാര്യ പിടിച്ച് അടച്ചു വെച്ചിരുന്നു അതിനകത്ത്. പോലീസ് പോയതിനു ശേഷം തുറന്നു വിട്ട്. പിന്നെ ഞാൻ കണ്ണാശുപത്രിയിൽ പോയി പോലീസ് വന്നു. പിന്നെ എനിക്ക് ഇതുവരെ പിടിച്ചിട്ടില്ല. എനിക്ക് പിന്നെ അങ്ങനെ എനിക്ക് കന്നാലികളും എല്ലാം ഉണ്ട്. എനിക്ക് വണ്ടിയും കന്നാലിയും ഒക്കെ ഉണ്ട്. എനിക്ക് ജീവിക്കേണ്ടത്. അവരിങ്ങനെ ഭീഷണിപ്പെടുത്തി വീട് കത്തിക്കും, പിന്നെ ബോംബെറിഞ്ഞ് കത്തിക്കും, അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നീതി ഇതുവരെയും കിട്ടിയിട്ടില്ല. എനിക്ക് നീതി കിട്ടണം. അവരെ പിടിക്കണം. പിടിച്ച് എന്താണ് കാര്യമെന്ന് ചോദിക്കണം. എന്താണ് മുൻ വൈരാഗ്യം എന്ന് ചോദിക്കണം. എനിക്ക് വൈരാഗ്യം ഉണ്ടോ എന്ന് ചോദിക്കണം. എല്ലാം നമുക്കറിയണ്ടേ. ഇല്ല, കൊടുത്തിട്ടില്ല. ഇനി ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇതുവരെ ഞാൻ വിചാരിച്ചു പോലീസിന് പരാതി കൊടുത്തു, അവരൊരു നീതി കാണും എന്ന് ഞാൻ വിചാരിച്ചു. ഇതുവരെ ഇല്ല. ഇനി ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ പോത്തങ്കോട് സ്വദേശിയായ മിനിക്ക് ഉണ്ടായ ദാരുണമായ സംഭവം, ഒരു തെറ്റും ചെയ്യാത്ത നായിനെ പോലും അയൽവാസിയായ ശ്രീകാന്ത് വെറുതെ വിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറയുന്നത് നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണ്. പരോളിനിറങ്ങിയിട്ടാണ് ഇത്തരം ക്രൂരകൃത്യം ചെയ്തുവെന്നാണ് ഇവിടെ എനിക്ക് അറിയാൻ സാധിച്ചത്. പരാക്രമം ഏറ്റവും കൂടുതൽ ഇപ്പോൾ മനുഷ്യൻ്റെ അടുത്തല്ല, വളർത്തുനായ്ക്കളും അതേപോലെ തന്നെ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്.
ഇവരൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോത്തൻകോട് നൽകിയിട്ടും ഈ നിമിഷം വരെ പ്രതിയെ പിടിക്കാൻ പോത്തൻകോട് പോലീസിന് കഴിയാത്തത് തികച്ചും ഇതൊരു അനാസ്ഥ തന്നെയാണ്. ചേച്ചി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എന്ത് വിശ്വസിച്ച് ജീവിക്കും? അതാ ഞാൻ ചോദിക്കുന്നത്, എന്ത് വിശ്വസിച്ച് ജീവിക്കും? ആരെ എനിക്ക് ആ പോലീസും ഒരു ഇത് നീതി തരുന്നില്ലല്ലോ, പിന്നെ നമ്മൾ ആരെ പേടിക്കാനാണ്? എനിക്ക് ഇവനെ എന്തായാലും ഇത് ഞാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. എൻ്റെ മോനെ പോലെയാണ് എനിക്ക്, കാരണം എൻ്റെ മോളും എനിക്കൊരു മോനും അങ്ങനെയാണ്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇതെൻ്റെ മോനേക്കാളും മോനായിട്ടാണ് ഞാൻ വളർത്തുന്നത്. അതുകൊണ്ട് ഏതറ്റം വരെയും പോയി ഈ കേസ് പിൻവലിക്കില്ല. എനിക്ക് പ്രതികളെ പിടിക്കണം, ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. സ്വന്തം മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുമല്ലേ? ചെയ്യും. അതാണ് എല്ലാവരും മോളും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, എന്നെക്കാളും സ്നേഹം എന്തമ്മ ഇത്തിരി അവന് കൊടുക്കെന്നാണ് പറയുന്നത്. അവൻ അങ്ങനെയാണ്, എൻ്റെ എല്ലാം ആണ് അവനെനിക്ക് അതുകൊണ്ട് പറ്റൂല. അവന് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ത് ചെലവാക്കണം ഞാൻ തയ്യാറാണ്. അതേപോലെ പ്രതികളെ പിടിക്കാൻ അറ്റം വരെ പോവുകയും ചെയ്യും. എനിക്കിപ്പോൾ പോത്തൻകോട് പോലീസിന്റെ വിശ്വാസമാണ്. പോത്തൻകോട് പോലീസ് തീർച്ചയായും ഈ വിഷയം വളരെയധികം ഗൗരവമായി എടുത്ത് ഇവർക്ക് നീതി ഉറപ്പാക്കണം. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്, പോത്തൻകോട്. വീഡിയോ തന്നെ പിടിക്കണത്. നല്ല വീഡിയോ ചെയ്തോ. അവിടെ തന്നെ നില്ലടാ. അയ്യേ നിന്റെ നോക്കട്ടെ ഇവിടെ ഇറങ്ങിയ ഞാൻ സള്ളരെ പോയി ഞാൻ വീഡിയോ വെക്കൽ നിങ്ങള് നീ ശ്രീയാദ ഉറപ്പരി